അപ്പോൾ അയാൾക്ക് അറിയില്ല ഞങ്ങൾക്ക് കാറില്ല എന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങൾ പുറപ്പെട്ട് സ്കൂട്ടറാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ഇനി നിങ്ങൾ കാറ് വാങ്ങണവരെ എൻ്റെ ജോലിയാണ് നിങ്ങളെ രാവിലെ വൈകുന്നേരം കൊണ്ടുപോകും. നോക്കൂ സ്വാമി, ഹൗ മച്ച് സ്വാമി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എവ്രിബഡി, എവ്രി ഇൻഡിവിജ്വൽ. അന്ന് സ്വാമി 10 മിനിറ്റ് മുമ്പേ അവിടുന്ന് പുറപ്പെട്ടു. എന്താ വെച്ചാൽ സ്വാമി അവിടുന്ന് പുറപ്പെടുമ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ കത്തും, മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. ഭജന സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ മ്യൂസിക് നിൽക്കും. അങ്ങനെയാണത്. നോക്കൂ, സ്വാമിക്ക് അറിയാം ഇന്ന് സ്വാമി നേരത്തെ വരികയാണെന്ന്. കുട്ടികൾ പാടാനില്ല, അതിനാണ് സാറിനെ നേരത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നയൻറ്റീൻ 97 കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്ത്. അത് ഞാൻ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാൻ പുട്ടപ്പരുത്തിയിൽ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ഞാൻ റിട്ടയർ ചെയ്തു, ഇവിടെ എന്തെങ്കിലും സർവീസ് ചെയ്യാനുള്ളൊരു ചാൻസ് തരികയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു, നീ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് പണ്ണ്, എന്നെ അടിക്കടി പാക്കത്തുക്ക് ரொம்ப ചാൻസ് ആയിരുന്നത്. അപ്പോൾ എനിക്ക് എറണാകുളത്ത് നല്ലൊരു വീടുണ്ടായിരുന്നു, വിത്ത് ഗാർഡൻ ഇതൊക്കെ ആയിട്ട് നല്ലൊരു വീടായിരുന്നു. അത് വിൽക്കാൻ പറഞ്ഞു. അങ്ങനെ 3 വീട് സ്വാമി വിൽക്കാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഒന്നേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ ഇതാണ് പ്രാവശ്യം പറഞ്ഞത്. രണ്ടാമത്തെ വീടാണ് എറണാകുളത്ത് വിൽക്കാൻ പറഞ്ഞത്. വിറ്റിട്ട് സ്വാമി പറഞ്ഞു, ബാംഗ്ലൂർ വന്നിട്ട് ഫ്ലാറ്റിൽ താമസിക്കണ്ട, നീ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഇൻഡിപെൻഡൻറ്റ് വീട് കെട്ടു, ഞാൻ വരാം, അവിടെ ഹൗസ് വാമിങ് സെറിമണിക്ക് ഞാൻ വരാമെന്ന് സ്വാമി ഇങ്ങോട്ട് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ തൽക്കാലം വന്നിട്ട് എവിടെയെങ്കിലും താമസിക്കണം. അത് കഴിഞ്ഞ് സ്ഥലം വാങ്ങി. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ കാറൊന്നുമില്ല, കമ്പനി കാറാണല്ലോ, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ ബാംഗ്ലൂർക്ക് വന്നപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, കാറൊന്നും വേണ്ട, ഇനിയിപ്പോൾ എന്താ ഈ വല്ല മാസത്തിൽ ഒരിക്കലും വല്ല പ്രൊവിഷൻ വാങ്ങാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയുള്ളൂ, നമുക്കിങ്ങനെ വേറെ ഇതൊന്നുമില്ല, അപ്പോൾ സ്കൂട്ടർ മതി എന്ന് പറഞ്ഞിട്ട് സ്കൂട്ടർ മേടിച്ചു. അങ്ങനെ റിട്ടയർ ചെയ്തതിന് ശേഷം ആ സ്കൂട്ടർ മേടിച്ചത്. അപ്പം വൈഫ് പറഞ്ഞു, 10-30 കൊല്ലമായി കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, അത് ബുദ്ധിമുട്ടാവും, എന്താണ് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല, വെറുതെ എന്തിനാ പൈസ ഒഴിക്കുന്നത്, ആവശ്യമില്ലല്ലോ ആവശ്യം. അപ്പം സ്വാമി ഇടയ്ക്കിടയ്ക്ക് അന്നൊക്കെ 97 എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ഫീൽഡ് വരും. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേമാതിരി വൈറ്റ് ഫീൽഡ് വന്നപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ CV രാമൻ നഗറിലാണ് താമസിച്ചിരുന്നത്. വൈറ്റ് ഫീൽഡിലേക്ക് ഒരു 10-18 കിലോമീറ്റർ ഉണ്ടാവും. സ്കൂട്ടർ പോവും, രാവിലെ വൈകുന്നേരം എനിക്ക് പാടാൻ പോകണമല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും, ഇടയ്ക്ക് എൻ്റെ മകനും കൂടെ വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് വളരെ ദുർലഭം വൈഫും വരും. ഒരു പ്രാവശ്യം ഞാനും വൈഫും കൂടി ഉച്ചയ്ക്ക് റെഡിയായിട്ട് ഒരു 2-2:30 അത് സ്വാമി 4:30 വരിക എപ്പോഴും, പുറപ്പെട്ടിട്ട് ആ CV രാമൻ നഗറിൽ ഓൾഡ് മദ്രാസ് റോഡിലെ മെയിൻ റോഡിലേക്ക് മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തപ്പോൾ നനഞ്ഞു, വെറും ചെറിയ മഴയല്ല. അപ്പം പിന്നെ മടങ്ങാതെ നിർത്തിയില്ല. മടങ്ങി വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു, എത്ര പ്രാവശ്യം പറയണു, വൈഫിനോട് പറഞ്ഞു, ഒരു ഭജന പാടിന ഒരു ചാൻസ് പോവുകയല്ലേ ചെയ്യണം, ഇപ്പോൾ കണ്ടില്ലേ എന്ത് നഷ്ടമായില്ലേ, ഒരു ചെറിയ കാറ് വാങ്ങിയാൽ എന്താ. എന്നിട്ട് അപ്പോഴും എന്നോട് സംസാരിച്ചു. ശരി, ഞാൻ മനസ്സിലിങ്ങനെ ശരി നോക്കാം നമുക്കെന്ന് പറഞ്ഞിട്ട് വായിച്ചു. ഇത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഡ്രോയിങ് റൂമിൽ വന്ന് ഇരുന്നപ്പോഴേക്കും ബെല്ലടിക്കുന്നു ഒരാൾ. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വരാന്തയിൽ ഇരിക്കുന്ന ഒരു കോടീശ്വരനാണ്. അയാൾ പറഞ്ഞു, എന്തെങ്ങനെ ഇരിക്കുന്നത്, വേഗം റെഡി ആവും, ഭജനയ്ക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു, വാട്ട് മേഡ് യു ടു കം എന്ന് ചോദിച്ചു. ഒക്കെ പറയാം, കാറിൽ വരൂ, എന്നിട്ട് കാറെന്ന് പറയാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പുറപ്പെട്ടു. അങ്ങനെ കാറ് കയറിയപ്പോൾ അദ്ദേഹം പറയാണ്, ഇദ്ദേഹം വൈഫും കൂടി കാറിൽ ഇതേമാതിരി പോണ സമയത്ത് ഇതേ സ്ഥലത്ത്, ഈ മറ്റേ ഓൾഡ് മദ്രാസ് റോഡിലേക്ക് കിടക്കുമ്പോഴേക്കും മഴ പെയ്തു. ഇതന്നെ സ്ഥലം. മഴ പെയ്തപ്പോൾ ഒരു അശരീരി കേട്ടു എന്നാണ് പറഞ്ഞത്. ഐ ഹേർഡ് ദ സൗണ്ട്. അയാൾ പറയണം, ആ എയറാഡി അടുത്തിരിക്കുന്ന സമയത്ത് അയാളും കൂടി കൊണ്ടുവരായിരുന്നില്ലേ എന്ന് കേട്ടു. അപ്പോൾ അയാൾ ഭാര്യയോട് ചോദിച്ചു, നീ വല്ലതും കേട്ടു ചോദിച്ചു. അപ്പം ഭാര്യ പറഞ്ഞു, ഞാനിത് നിങ്ങളോട് പറയണമെന്ന് ചോദിച്ചാൽ എയറാഡി അങ്കിളിനെ എന്തേ കൊണ്ടുവരാൻ ഞാൻ സ്വാമി ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരാളല്ല കേട്ടിട്ടുള്ളൂ, 2 ആളും കേട്ടു. മടങ്ങി വന്നു. അപ്പോൾ അയാൾക്ക് അറിയില്ല ഞങ്ങൾക്ക് കാറില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പുറപ്പെട്ട് സ്കൂട്ടറാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി നിങ്ങൾ കാറ് വാങ്ങണവരെ എൻ്റെ ജോലിയാണ് നിങ്ങളെ രാവിലെ വൈകുന്നേരം കൊണ്ടുപോകും. നോക്കൂ സ്വാമി, ഹൗ മച്ച് സ്വാമി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എവ്രിബഡി, എവ്രി ഇൻഡിവിജ്വൽ. ഞങ്ങൾ കാറിൽ പോയി. കുറച്ച് നേരത്തെ എത്തി. ഒരു
4 മണി സ്വതേ സ്വാമി 4:30 കഴിഞ്ഞിട്ട് 4:30 വരെയാണ്, 4 മണിയോ 4:30 എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കോളേജിലുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൽ വരും, കോളേജിൻ്റെ ടൈം കഴിഞ്ഞാൽ വരും. അന്ന് സ്വാമി 10 മിനിറ്റ് മുമ്പേ അവിടുന്ന് പുറപ്പെട്ടു. എന്താ വെച്ചാൽ സ്വാമി അവിടുന്ന് പുറപ്പെടുമ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ കത്തും, മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. ഭജന സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ മ്യൂസിക് നിൽക്കും, അങ്ങനെയാണത്. അപ്പോൾ നോക്കുമ്പോൾ ഒരാളും ഇല്ല, ലൈറ്റ് കത്തി. ഞാനവിടെ എത്തി 5 മിനിറ്റ് ആയിട്ടില്ല. നോക്കുമ്പോൾ നല്ല കാലം കൊണ്ട് ഹാർമോണിയം മാത്രം ഉണ്ട് അവിടെ. അപ്പോൾ ആ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, കുട്ടികളൊക്കെ വന്നേ ഇരിക്കാനുള്ള സ്ഥലം അവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയി ഹാർമോണിയം എടുത്ത് ശ്രുതി വെച്ച് ഗണപതി പാടാൻ തുടങ്ങി. പിന്നെ സ്വാമി അവിടുന്ന് നടന്ന് ഇവിടെ വരുമ്പോഴേക്കും കുട്ടികളൊക്കെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, ഭജനയൊക്കെ നന്നായി. ഇത് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, നോക്കൂ സ്വാമിക്ക് അറിയാം ഇന്ന് സ്വാമി നേരത്തെ വരികയാണെന്ന്, കുട്ടികൾ പാടാനില്ല, അതിനാണ് സാറിനെ നേരത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ജോലിൻ്റെയാണ്. ഇത് വലിയൊരു പാടാണ് നമുക്കുണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ അധികം താമസിക്കാതെ കാറ് വാങ്ങുകയും ചെയ്തു. എന്താ വെച്ചാൽ ഇദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, എന്നിട്ട് തന്നെ അധികം കാറ് വാങ്ങും. ഒരു ഇൻസിഡൻറ്റും കൂടി എനിക്ക് ഓർമ്മ വരികയാണ്. മസ്റ്റ് ബി സ്വാമിക്ക് സുഖമില്ലാതെ ശേഷമാണ്, അതായത് വീൽ ചെയറിൽ അല്ലെങ്കിൽ 2 ആൾ പിടിച്ചിട്ട് വരണം എന്നുള്ള സമയത്ത് വൈറ്റ് ഫീൽഡിൽ ഒരു 3 ദിവസത്തെ യജ്ഞം. ആദികേശവലു അന്നത്തെ MP ആണ്, തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ ചെയർമാനാണ് അദ്ദേഹം, ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹമാണ് അത് എന്താണ് നടത്തുന്നത് 3 ദിവസത്തെ യജ്ഞം. അത് അവിടുത്തെ വൈറ്റ് ഫീൽഡിലത്തെ കല്യാണ മണ്ഡപമുണ്ടല്ലോ, അവിടെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഇവിടുത്തെ രമേശ് ഹാളിൽ ഭജന. അപ്പോൾ ഞങ്ങളൊക്കെ രമേശ് ഹാളിലാണ് എത്തുക. ഭജന കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ രമേശ് ഹാളിലത്തെ ഭജന കഴിഞ്ഞിട്ട് സ്വാമി നേരെ ഇതിലേക്ക് പോകും. അത് ചെറിയ ഹാളാണ്. പിന്നെ അത് അറ്റൻഡ് ചെയ്യും, എന്നിട്ട് അങ്ങനെ സ്വാമി അങ്ങനെ പോകും.